ആർഷഭാരത സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു പൂർവ്വ കച്ചവട കേന്ദ്രമായിരുന്ന സംക്രാന്തി എന്ന നാടിന്റെ മുഖഛായ തന്നെ മാറ്റിയെടുത്ത ഒരു ജനനേതാവാണ് ശ്രീ എം എ ഷാജി. പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച സംക്രാന്തി വാണിഭം മുതൽ രണ്ടാം വാർഡിന്റെ വികസന പട്ടികയിൽ തൻ്റെതായ കൈമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ശ്രീ എം എ ഷാജി UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഈ നേതാവിന്റെ ഏറ്റവും പ്രധാന വികസന സംരംഭമാണ് അർബൻ ഹെൽത്ത് സെന്റർ. പ്രിയമുള്ളവരെ, കോട്ടയം നഗരസഭയുടെ രണ്ടാം വാർഡിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഒരു തവണ കൂടി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഈ പ്രദേശത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമായി നിന്നിട്ടുള്ള എനിക്ക് കഴിഞ്ഞ 15 വർഷക്കാലം ഈ വാർഡിനെ പ്രതിനിധീകരിക്കുവാൻ നിങ്ങൾ എനിക്ക് അവസരം നൽകി. ആ അവസരങ്ങൾ തന്നിട്ടുള്ളതിൽ തീർച്ചയായിട്ടും എന്നും നന്ദിയോടെ ഞാനത് ഓർക്കുന്നു. തന്നിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾക്ക് വാക്കുകൾക്കതീതമായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. 15 വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ മുൻപിലുണ്ടായിരുന്നു. ഏതാണ്ട് നല്ലൊരു പ്രവർത്തന രീതിയിൽ തന്നെ അത് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ 50% കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ വാർഡിൽ വാഴക്കാലായിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 3 സെൻറ്റ് സ്ഥലത്ത് ഒരു നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ നേതൃത്വത്തിലുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ അവിടെ സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംക്രാന്തി വാഴക്കാല അർബൻ ഹെൽത്ത് സെന്റർ. 2015 ഏപ്രിൽ മാസം ശ്രീ എം എ ഷാജിയുടെ ശ്രമഫലമായി മുൻ ചെയർമാൻ ശ്രീ MB സന്തോഷ് കുമാറിന്റെ സഹായത്തോടെയാണ് ഈ ഹെൽത്ത് സെന്റർ ആരംഭിച്ചത്. നഗരസഭയുടെ 3 സെന്റ് സ്ഥലം ഉള്ളിടത്താണ് ഈ സ്ഥാപനം ഇന്ന് പ്രവർത്തിക്കുന്നത്. അനേകായിരം രോഗികൾക്ക് ആശ്വാസമായി ഈ സ്ഥാപനം മാറിയിരിക്കുന്നു. പിന്നീട് ലബോറട്ടറി സൗകര്യവും ഇവിടെ പ്രാവർത്തികമായി. തെള്ളകം, നട്ടാശ്ശേരി, പാറമ്പുഴ, മുടിയൂർക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ 100 കണക്കിന് രോഗികൾക്ക് ഈ ആശുപത്രി ആശ്വാസമേകുന്നു. ആയിരക്കണക്കിനായ രോഗികൾക്ക് ആശ്വാസമായി ഇന്നും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. 100 കണക്കിന് രോഗികൾ അവിടെ നിന്നും മരുന്ന് വാങ്ങിയതിന് ശേഷം നേരിട്ട് തന്നെ എന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ പ്രാർത്ഥന എന്നും ഉണ്ടാകും, വലിയൊരു കാര്യമാണ് ഇവിടെ ഇത് ചെയ്തത് എന്ന് ഒട്ടേറെ ആളുകൾ നേരിൽ കണ്ട് പറയുകയുണ്ടായിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നുകയാണ്. നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ചോളം നമ്മുടെ വാർഡിലുള്ള ആളുകൾക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള നട്ടാശ്ശേരി, പേരൂർ, തെള്ളകം തുടങ്ങിയ അടുത്ത പ്രദേശത്തുള്ള ആളുകൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മുടെ ഈ ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അതുതന്നെ എൻ്റെ 15 വർഷത്തെ ജനപ്രതിനിധി എന്നുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാനതിനെ കാണുകയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പറയുകയാണെങ്കിൽ വാഴക്കാല ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് സെൻറ്റർ അതിൻ്റെ കൂടുതൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം. അതിന് തൊട്ടടുത്തുള്ള കസ്തൂർബ മംഗളാജി സമാജത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം അത് നമുക്ക് വിട്ടുകിട്ടാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ പുതിയ ബിൽഡിംഗ് അവിടെ പണിതുകൊണ്ട് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിലുള്ള ഹെൽത്ത് സെൻറ്ററിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ആദ്യമേ തന്നെ പറയട്ടെ.
പ്രദേശവാസികളുടെയും ശ്രീ എം എ ഷാജിയുടെയും ശ്രമഫലമായി നടപ്പാതയായിരുന്ന നമ്പൂതിരി മുകളിൽ തേവരകാല റോഡ് വീതി കൂട്ടി വാഹന ഗതാഗത യോഗ്യമാക്കിയത് പ്രദേശവാസികൾക്ക് വളരെയധികം ആശ്വാസമായി. ചെങ്കോറ്റ, മടക്കുമുകൾ, പ്ലാപ്പറമ്പ്, മങ്ങാട്ടുകാല, മുകളിൽ റോഡ് എന്നിവ ഗതാഗത യോഗ്യമാക്കി വഴിവിളക്കുകൾ സ്ഥാപിച്ചത് ശ്രീ എം എ ഷാജിയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ പ്രധാനപ്പെട്ട വഴികൾ അതറിയാം. ചെങ്കോറ്റ മടക്കുമുകൾ റോഡ്, ഒരു അസുഖം വന്നാൽ ഒരു രോഗിയിൽ ഒരു അപകടം ഉണ്ടായാൽ അവരെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത, ആശുപത്രിയിൽ എത്തിക്കാൻ ചുവന്നുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്ന പ്രദേശം. അവിടെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട്, ആ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവിടെ ഏതാണ്ട് വലിയ വണ്ടികൾ കയറുന്ന രീതിയിലുള്ള വീതിയിലുള്ള വഴികളാക്കി മാറ്റുകയും അത് ഗതാഗതയോഗ്യമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തനത്തിലെ മറ്റൊരു കാര്യം. അതുപോലെ തന്നെ വാഴക്കാലയുടെ സമീപത്ത് തന്നെയുള്ള ഒരു പ്രധാന റോഡാണ് നമ്പൂതിരി മുകളിൽ തേവരകാല റോഡ്. നമുക്കറിയാം, അതൊരു ചെറിയ തൊണ്ടായിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അവിടെ നിന്നും ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ അവിടെ സഞ്ചാരയോഗ്യമായ രീതിയിൽ നടന്നിട്ടുള്ളത്. പക്ഷേ അതിനെയൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അവിടെ മുമ്പേ പറഞ്ഞ പോലെ ഒരു അപകടം ഉണ്ടായാൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് വളരെ പ്രയാസത്തിലാണെങ്കിൽ പോലും പല ആളുകളും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ആ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് തന്നെ നമുക്ക് ആ പ്രദേശത്ത് നമ്പൂതിരി മുകളിൽ തേവരകാല റോഡ് വീതി കൂട്ടിയെടുക്കുന്നതിനും അതിന് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലും ഇന്നവിടെ എല്ലാ വീടിൻ്റെയും മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി ഞാനത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ റോഡിൻ്റെ മിക്കവാറും പ്രദേശത്തെല്ലാം, നമ്മുടെ വാർഡിലെ മിക്കവാറും പ്രദേശത്തെല്ലാം, പ്രത്യേകിച്ച് പ്ലാപ്പറമ്പ്, മങ്ങാട്ടുകാല, അതുപോലെ തന്നെ ഗാന്ധിനഗറിലെ ഒരു വഴി, അതുപോലെ തന്നെ കൊച്ചുപറമ്പിലുള്ള പുറമ്പോക്ക് നിവാസികളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അവിടെ റോഡ് ഗതാഗതയോഗ്യമാക്കി. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, വഴിവിളക്കുകൾ ഏതാണ്ട് മുഴുവൻ തന്നെ നമ്മുടെ പ്രദേശത്ത് സ്ഥാപിച്ചു. അത് പൂർണ്ണമായും കത്തിക്കുന്നതിനും എൻ്റെ കാലയളവിൽ എനിക്കത് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, സംക്രാന്തി MC റോഡ് സൈഡിൽ ഈ വാർഡിൻ്റെ ഹൃദയഭാഗമായ സംക്രാന്തി ജംഗ്ഷനിൽ പ്രകാശപൂരിതമാക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിപ്പിച്ചുകൊണ്ട് ഹൈമാസ്റ്റ് ലൈറ്റ് അവിടെ സ്ഥാപിച്ചു. അങ്ങനെ ഒട്ടേറെ എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഒട്ടനേകം പ്രവർത്തന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ എനിക്ക് ഈ കഴിഞ്ഞ 15 വർഷം ഈ വാർഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചു. അതിനൊക്കെ ഏറ്റവും പ്രയോജനം നൽകിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സമ്മതിദാനാവകാശമാണ്. അത് എന്നിൽ അർപ്പിച്ച വിശ്വാസം 100% എനിക്കത് നിറവേറ്റുവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിനെ പ്രതിദാനം ചെയ്ത് മത്സരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം വിലയേറിയ സമ്മതിദാനാവകാശം ഒരിക്കൽ കൂടി എന്നിൽ അർപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.